ഹമാസിനെ പിന്തുണച്ചതിന് പിന്നാലെ US മടക്കി അയച്ച വിദ്യാർത്ഥിനി രഞ്ജനി ശ്രീനിവാസൻ ഇന്ത്യയുടെ സഹായം തേടിയിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. മാധ്യമങ്ങളിലൂടെയാണ് വിഷയം ശ്രദ്ധയിൽപ്പെട്ടതെന്നും വിദേശകാര്യ മന്ത്രാലയം വിശദീകരിക്കുന്നു. പ്രാദേശിക നിയമങ്ങൾ പാലിക്കണമെന്നും വിദ്യാർത്ഥികളോട് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി പി ബസന്ത് ചേർന്നുണ്ട്. ബസന്ത്, ഈ രഞ്ജനി ശ്രീനിവാസൻ എന്ന കുട്ടി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായം, ഇന്ത്യയുടെ സഹായം തേടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? US മടക്കി അയച്ച കർണാടക സ്വദേശിനിയാണ് രഞ്ജനി ശ്രീനിവാസ്. അമേരിക്കയിൽ വിദ്യാർത്ഥിനിയായ ഇവർ ഹമാസ് അടക്കമുള്ള സംഘടനകളെ പിന്തുണച്ച് സർവകലാശാലകളിൽ പ്രക്ഷോഭം നയിച്ചു എന്നുള്ളതാണ് മടക്കി അയക്കലിന് കാര്യമായി പറഞ്ഞിരുന്നത്. പക്ഷേ മടക്കി അയക്കുന്നു സ്വയം അവിടെ നിന്നും അവർ ഒഴിയുകയായിരുന്നു. അവർ അവിടെ നിന്നും കാനഡയിലേക്കാണ് പോയിരിക്കുന്നത്. കാനഡയിൽ ഇപ്പോൾ അഭയം തേടിയിട്ടുള്ള ആളാണ് രഞ്ജനി ശ്രീനിവാസൻ. പക്ഷേ ഇവർ ഒരു മാധ്യമത്തോട് പറഞ്ഞത് ഞാൻ ഇന്ത്യയുടെ സഹായം തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ശരിയല്ല എന്നാണ് ഇപ്പോൾ വിദേശ മന്ത്രാലയം പറയുന്നത്. ഇന്ത്യയുടെ സഹായം അവർ തേടിയിട്ടില്ല. അവരുടെ ഈ മടക്കി അയക്കലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വയം മടങ്ങിപ്പോയതുമായി ബന്ധപ്പെട്ട വിഷയം മാധ്യമങ്ങളിലൂടെയാണ് ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് വിദേശ വക്താവ് പറയുന്നത്. മാത്രമല്ല, അവിടെ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക്, അമേരിക്കയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് എല്ലാ സഹായവും എംബസിയും കോൺസുലേറ്റും നൽകുന്നുണ്ട്. അതേസമയം അവിടുത്തെ പ്രാദേശിക നിയമങ്ങൾ പാലിക്കാൻ അവർ ബാധ്യസ്ഥമാണ് എന്നാണ് ഇപ്പോൾ വിദേശ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകുന്നത്.